ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആകാശ് മേനോൻ നോക്കുമ്പോൾ അതാ വരുന്നു സുമിയുടെ അമ്മാവൻ. അപ്പോൾ അമ്മാവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് അങ്ങോട്ട് പേടിച്ചു പോയി. അപ്പോൾ ആകാശ് രചനയോടും വക്കീലോടും പറയണം, അതെ നിങ്ങൾ വക്കീൽ ഓഫീസിൽ പോയി സംസാരിക്കുക, എൻ്റെ ഒരു ക്ലയൻറ്റ് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാളെ എങ്ങനെയും പിന്തിരിപ്പിച്ച് വിടണമല്ലോ, അതിനു വേണ്ടി തന്നെ ആകാശ് മേനോൻ ആരോടൊക്കെ സംസാരിക്കുന്ന രീതിയിൽ ഫോണും വിളിച്ചുകൊണ്ട് പോവുകയാണ്. ശരി ശരി, അപ്പോൾ ആകാശ് സാറേ, സാറേ സാറേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അങ്ങനെ ഇയാൾ കുറേ നേരം സാറേ സാറേ എന്ന് വിളിച്ചു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശ് അവിടെ നിൽക്കണം. ആരാ, എന്താ, എന്ത് വേണം നിങ്ങൾക്ക്, നിങ്ങൾ എന്തിനാ എൻ്റെ പിന്നാലെ നടക്കുന്നത് എന്ന് ചോദിക്കുക. സാറേ എന്നെ ഇത്ര വേഗം മറന്നുപോയോ സാറേ? സാറേ ഞാനേ സുമിയുടെ അമ്മാവൻ, സാറെ കാണാൻ വേണ്ടി ഓഫീസിലും വീട്ടിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, സാർ ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കണേ. എടോ തനിക്ക് എന്താണോ വേണ്ടത്, താൻ എന്തിനാണ് എപ്പോഴും എന്നെ ശല്യപ്പെടുത്തി നടക്കുന്നത്, താൻ എന്തിനാ എൻ്റെ പിന്നാലെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ സാറേ ഞാനേ ഞാൻ സുമിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് സാറേ വന്നത്, സുമിയെക്കുറിച്ച് അറിയാൻ വേണ്ടി താൻ എൻ്റെ പിന്നാലെ നടന്നിട്ട് എന്താണോ കാര്യം, ഇവിടെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് തന്നോട് ആരാ പറഞ്ഞത്? അത് പിന്നെ സാറേ ഞാൻ സാറിൻ്റെ ഓഫീസിൽ പോയായിരുന്നു, അപ്പോൾ അവിടുത്തെ സാറിൻ്റെ ഓഫീസിലെ സ്റ്റാഫാണ് പറഞ്ഞത് ഇവിടെ കുടുംബ കോടതിയിൽ എന്തൊക്കെയോ ആവശ്യമായിട്ട് സാറ് വന്നിരിക്കുകയാണെന്നും പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സാറേ സുമിയെക്കുറിച്ച് അറിയാതെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. എടോ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ദുബായിലേക്ക് പോയ അവളെക്കുറിച്ച് ഞാൻ എന്തു പറയാനാടോ? എടോ അവൾ അവിടെ പോയി കിടക്കുന്ന അവളെ എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ മാത്രമല്ലേ അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് തന്നോട് പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എന്തിനാണോ താൻ എൻ്റെ പിന്നാലെ നടക്കുന്നത്? എടോ താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് ആവശ്യമുള്ള പൈസയൊക്കെ ഞാൻ തന്നതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സാറേ പൈസയാണോ സാറേ വലുത്? മനുഷ്യൻ്റെ ജീവിതത്തിൽ പൈസയാണ് ഏറ്റവും കൂടുതൽ വലുത്. ചില ബന്ധങ്ങളൊക്കെ ഇല്ലേ സാറേ, അതേപോലെ തന്നെ എൻ്റെ മരുമകളെ എനിക്ക് കാണണം സാറേ, എനിക്ക് കണ്ടെത്തണം, അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതാണല്ലോ, ഞങ്ങളോട് പോലും ഒരു വാക്ക് പോലും പറയാതെയാണ് മെസ്സേജ് ഇട്ടിട്ട് അവൾ ദുബായിലേക്ക് പറഞ്ഞത്. അവൾ ഒരു ജീവിതം അവിടെ ആസ്വദിക്കാനായിട്ട് പോയതാണ്. എന്നിട്ട് ഓരോ കുടുംബ ജീവിതത്തിനും ശല്യപ്പെടുത്താൻ വേണ്ടി താൻ എന്തിനാണോ അവളുടെ പിന്നാലേക്ക് നടക്കുന്നത്? ഇപ്പോൾ താൻ എനിക്കും ശല്യമായിട്ട് തീർന്നിരിക്കുകയാണല്ലോ. ദൈവമേ, ഏത് സമയത്താണാവോ സുമിക്ക് കുറച്ച് ദിവസത്തേക്ക് താമസിക്കാൻ എൻ്റെ വീട് ഞാൻ കൊടുത്തത്? ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പം എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നൊക്കെ ഇയാളെ പറഞ്ഞ് അങ്ങോട്ട് വിശ്വസിപ്പിക്കുകയാണ് നമ്മുടെ ആകാശ്. അപ്പോൾ സാറേ അതല്ല സാറേ, അവളല്ലാതെ വേറെ ആരുമില്ല സാറേ, എനിക്ക് അവളാണ് എല്ലാം സാറേ. അപ്പോൾ അവളെ എന്നെ അങ്ങനെ വിളിക്കാതിരിക്കില്ലല്ലോ സാറേ, എന്നെ വിളിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വിളിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവില്ല സാറേ, അതറിയാൻ വേണ്ടി ഞാൻ വന്നത്. എനിക്ക് അവളെ കാണണം സാറേ, അവളെക്കുറിച്ച് എനിക്ക് അറിയണം സാറേ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇത് വല്ലാത്ത ശല്യമായല്ലോ സാറേ, അവളില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകില്ലോ. തനിക്ക് പൈസയാണ് വേണ്ടത്, അങ്ങനെയാണെങ്കിൽ തനിക്ക് എന്നോട് ചോദിച്ചാൽ പോരായിരുന്നില്ലേ പൈസ വേണോന്ന്? താൻ എന്തിനാണ് പിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നത്? തന്നെ പോലൊരു വയസ്സായ ഒരാൾക്ക് പൈസ തരുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. താനേ എന്നാ ഈ പൈസ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുകയാണ്. ഇയാൾ അന്തം വിട്ട് നോക്കി നിൽക്കുക. ഇനി മേലെ വരരുത്, പൈസ വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ തരാം, അല്ല എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് എന്നെ ശല്യപ്പെടുത്തരുത്, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആകാശ് പോവുക. അപ്പോൾ ആകാശ് എന്തിനാണ് ഇയാളെ കാണുമ്പോൾ പൈസ കൊടുക്കണമെന്ന് ഇയാൾ ഒരു നിമിഷം അവിടെ ചിന്തിച്ചു കൂട്ടുക. എന്തായാലും ഇയാളെ വെറുതെ വിട്ടാൽ പറ്റില്ലെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഈ അമ്മാവൻ നേരെ വക്കീൽ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. ആകാശ് മേനോൻ്റെ ആ വക്കീൽ. അപ്പോൾ സൂര്യപ്രഭ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മാഡം വരൂ, വന്നിരിക്കൂ, എന്താ എന്തെങ്കിലും കേസിൻ്റെ കാര്യത്തിനാണോ? ഇല്ല മാഡം, ഞാൻ കേസിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നല്ല, പിന്നെ എനിക്ക് മാഡത്തിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത് കാര്യം? അല്ല, ഈ പോയ ആകാശ് മേനോനില്ലേ, ആകാശ് മേനോന് ആൾ എങ്ങനെയാണ് എന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓഹോ, ഇത് ചോദിക്കാനാണോ താൻ ഇങ്ങോട്ട് വന്നത്? എടോ തനിക്ക് ആകാശ് മേനോനെ കുറിച്ച് ചോദിക്കണമെങ്കിൽ താൻ അങ്ങോട്ട് പോയി ചോദിക്കാം മാവാ, എന്നോട് വന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനിവിടെ ഒരാളെക്കുറിച്ച് അറിയേണ്ട ഒരു കാര്യമില്ല. എനിക്കൊരു കേസ് വരും, ആ കേസിനെ കുറിച്ച് ഞാൻ പഠിക്കും, വാദിക്കും. അല്ലാതെ ഞാൻ എന്തിനാണ് ഒരാളെക്കുറിച്ച് അറിയുന്നത്? അതിൻ്റെ കാര്യമില്ല, അയാൾ ഏത് രീതിയിലായിക്കോട്ടെ, എൻ്റെ കേസ് ഞാൻ വാദിച്ചാൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് സൂര്യപ്രഭ ഇങ്ങനെ പറയാം. അതുകൊണ്ട് അമ്മാവൻ പോയാട്ടെ, എനിക്കിവിടെ നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇനി പറയണ്ട. പിന്നെ ചോദിക്കാൻ പറ്റിയ ആള് ആകാശ് മേനോനെ കുറിച്ച് അറിയണമെന്നു, അത് നന്നായി, ചെല്ല് അമ്മാവൻ പോയാട്ടെ എന്ന് പറയുമ്പോൾ
ഈ അമ്മാവനാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ അമ്മാവൻ ഇങ്ങനെ ചിന്തിക്കുക, അതിപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അറിയണം, ഈ ആകാശ് മേനോൻ എന്താണ് ഏതാണെന്ന് എനിക്ക് അറിയണം എന്ന് ഈ അമ്മാവൻ ചിന്തിക്കുക. അപ്പോൾ ഈ സൂര്യപ്രഭയുടെ ഒരു ഗുമസ്തൻ വരികയാണ്. ഹലോ അമ്മാവൻ, എന്ത് പറ്റി അമ്മാവന് എന്തെങ്കിലും സുഖമില്ലേ, അസുഖമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാനൊരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നാ. ഞാൻ ഈ ആകാശ് കേസിൻ്റെ കാര്യമാണോ, എങ്കിൽ വക്കീൽ ഓഫീസിലേക്ക് കയറിച്ചില്ലേ? അല്ല, കേസിൻ്റെ കാര്യത്തിനല്ല, പിന്നെ നിങ്ങളാണോ ഈ ആകാശ് മേനോൻ്റെ ആ ഗുമസ്തനായിട്ട് നിൽക്കുന്നത് ചോദിച്ചപ്പോഴേക്കും അതെ ഞങ്ങൾ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മാവനാണെങ്കിൽ നമ്മുടെ മഹേഷിൻ്റെ വക്കീലിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ മഹേഷിൻ്റെ വക്കീൽ വേറൊരു കേസ് ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം. നിങ്ങൾ സോൾവായിട്ട് നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോട്ടെ, നല്ല സന്തോഷകരമായി പോവുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കണം എന്തായിരുന്നു എൻ്റെ തീരുമാനം എന്നൊക്കെ ചോദിക്കാം. അപ്പോഴാണ് അമ്മാവൻ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ അമ്മാവനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താ അമ്മാവ, അത് പിന്നെ എനിക്ക് പറയൂ എന്താ വേണ്ടത്, അത് പിന്നെ മേഡത്തോട് എനിക്ക് ചില കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാനുണ്ട്. എന്ത് കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ ഒരാളെക്കുറിച്ചാണ്. എൻ്റെ പൊന്നമ്മാവ, ഇപ്പോൾ ഒരു സമയമില്ല, ഞാനിവിടെ ഒരു കേസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് അമ്മാവൻ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ സമയമില്ല, അമ്മ പോയാട്ടെ അമ്മാവ, പിന്നീട് വാ നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മാവനെ പറഞ്ഞു വിടുക അമ്മാവന്. അപ്പോൾ അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മാവന് വല്ലാത്തൊരു നിരാശ തോന്നി. ആകാശ് മേനോൻ ഇതിലെന്തൊക്കെയോ കള്ളക്കളിയുണ്ട്, സുമി ദുബായിലേക്കൊന്നും പോയതല്ല, അതിലെന്തൊക്കെയോ കള്ളക്കളി ഉണ്ടെന്ന് നമ്മുടെ അമ്മാവന് മനസ്സിലാകുകയാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷ്. അപ്പോൾ മഹേഷും അതേപോലെ തന്നെ സ്വപ്നവല്ലിയും ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഈ രാമൻ ചോദിക്കുകയാണ്, മോനെ മഹേഷ് എന്തായി, കോടതിയിൽ എന്തായി കാര്യങ്ങളെല്ലാം ആദ്യമേ വിസ്തരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, കാരണം വിസ്തരിച്ചില്ല. അതിനു മുമ്പ് 16-ാം തീയതിക്ക് കേസ് മാറ്റി വെച്ചെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് ഭയങ്കര ടെൻഷൻ തോന്നിക്കണം. മഹേഷ് ഈ കാര്യത്തിൽ എന്താവും, ഇനി രചന ഇതിൽ കയറി ഇടപെടുമോ, ആദ്യം നമുക്ക് തന്നെ തിരിച്ച് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും ആദ്യം നമുക്ക് തന്നെ കിട്ടും. അവനേതായാലും പറയാനായിട്ട് പോകുന്നത് തനിക്ക് തൻ്റെ ഡാഡിയോടൊപ്പം താമസിക്കണമെന്നാണല്ലോ. രചനയുടെയും അതേപോലെ തന്നെ ആകാശിൻ്റെയൊക്കെ കള്ളക്കളി അവൾ പൊളിച്ചടുക്കുക തന്നെ ചെയ്യും. മഹേഷ് വിചാരിക്കുന്ന പോലെയല്ല ആദിക്ക് അവൻ്റെ അമ്മയെന്ന് പറഞ്ഞ ജീവനാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴാണ് ആദിക്ക് അമ്മയെ വിട്ട് നിൽക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അവൻ അമ്മയോടൊപ്പം തന്നെ ജീവിച്ചാനായിരുന്നു. എന്നെ ഒരു ദിവസം ഫോൺ വിളിച്ചപ്പോൾ ആദി എന്താ പറഞ്ഞതെന്നറിയാവോ? യശിതാമ്മേ, എനിക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് യശിതാമ്മേ, ഞാൻ അമ്മയെ വിട്ട് പോകാത്തത് എന്താണെന്നറിയാവോ, അമ്മയുടെ വിഷമം കാണണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഞാനും കൂടി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഡാഡി അമ്മയെ ഉപേക്ഷിച്ചതുപോലെ ആവൂലേ ഞാനും അമ്മയെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് മഹേഷേ ആദി പറഞ്ഞത്. അപ്പോൾ ആദിക്ക് അവൻ്റെ അമ്മയെ വിട്ട് നിൽക്കുന്നതിന് ഒരുപാട് സങ്കടമുണ്ട്. നമുക്ക് അത് കണ്ടില്ല കേട്ടില്ലെന്നൊന്നും വെക്കാനായിട്ട് പറ്റില്ലല്ലോ ഒക്കെ പറഞ്ഞപ്പോഴേക്കും ഇഷിത താൻ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മുടെ ആവശ്യം ആദ്യം എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചെടുക്കുക, അതുമാത്രമാണ്. ആ കേസ് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യണം. പിന്നെ ഓഫീസിൽ പോയിട്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്ത് തീർക്കാനൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് സ്വപ്നവല്ലി ആണെങ്കിൽ മനസ്വിനി ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച അങ്ങനെ മനസ്വിനി നേരെ സ്വപ്നവല്ലിയുടെ വീട്ടിലേക്ക് ഒരു കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലി മനസ്വിനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെന്താ? അപ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ മനസ്വിനിയാണെങ്കിൽ അകത്തോട്ടൊക്കെ നോക്കുക, എന്നിട്ട് ഇടിച്ചങ്ങോട്ട് കയറുകയാണ്. നിങ്ങളെന്താ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിപ്പോടി എന്നൊക്കെ പറയണം. അയ്യോ ഞാൻ ഇഷിതയെ കാണാൻ വേണ്ടി, ഒരു ഇഷിതയും കാണൂല, നിങ്ങൾ ഇറങ്ങിപ്പോയിക്കണ്ടേ? അതെ, വീട്ടിലേക്ക് കയറി വരുന്നവരോട് സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണേ, നിങ്ങൾ തഞ്ചാവൂരിൽ വലിയ ഫാമിലിയാണെന്നൊക്കെ അല്ലേ പറയുന്നത്, ഇതൊക്കെ സത്യമാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണ്ടേ? ഇതൊക്കെ ഇടഞ്ഞപ്പോഴേക്കും അതെ, ഞാൻ തഞ്ചാവൂരിലെ നല്ല അടിപൊളി ഫാമിലി തന്നെ ജനിച്ചാണ്, പക്ഷേ ഞങ്ങൾ തഞ്ചാവൂരിലെ ആൾക്കാരൊക്കെ കയറി വന്ന ആൾക്കാർക്ക് മര്യാദ കൊടുക്കണോ വേണ്ടേ എന്ന് അവരുടെ സ്വഭാവം അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. പക്ഷേ നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരു മര്യാദയും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് അടിക്കണം, നിങ്ങൾ ഇറങ്ങിപ്പോകാൻ നോക്ക്. അയ്യോ അങ്ങനെ പറയരുത് സ്വപ്നവല്ലി, കാരണം ഞാൻ ഇഷിതയെ കണ്ട് മാപ്പ് പറയാനാണ്. ഞാൻ ഇഷിതയോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്, അതിനെല്ലാത്തിനും മാപ്പ് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം, സത്യമായിട്ട് ഞാൻ പറയുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട, ഒരു മാപ്പും പറയേണ്ട, ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. അപ്പം ഇത് കേട്ട മനസ്വിനിയാണെങ്കിൽ ഇല്ല, ഞാൻ ഇറങ്ങിപ്പോവില്ല,
ഞാൻ ഇഷിതയെ കണ്ട് ഇഷിതയോട് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോവുള്ളൂ. ഓ നീ അത്രയ്ക്കായല്ലേ, ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് വലിച്ചടക്കുകയാണ് നമ്മുടെ സ്വപ്നവല്ലി. ഇങ്ങോട്ട് വരാനാ പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടും കൂടി മൽപ്പിടുത്തം പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇഷിത ഓടി വരുന്നത്. അയ്യോ അയ്യോ എന്താ പറ്റി, എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി ആണെങ്കിൽ കണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ് ഇഷിത വന്നു. ഇഷിതയോട് മാപ്പ് ചോദിച്ചിട്ട് എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ പൊയ്ക്കോളാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഈ മനസ്വിനി ആണെങ്കിൽ ഇഷിതയെ അടിമുടി നോക്കിയാണ്. ഇഷിതയുടെ വയറും ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഇഷിതയ്ക്ക് പേടി തോന്നി, തൻ്റെ വയറിലേക്കാണല്ലോ ഈ സ്വപ്നവല്ലി അമ്മ നോക്കുന്നത് എന്ന് മനസ്സിലായി നമ്മുടെ ഇഷിതയ്ക്ക്. അങ്ങനെ ഇഷിത വയറിലൊന്ന് തലോടുകയാണ്. എന്താടി നിന്റെ വയറൊക്കെ അങ്ങോട്ട് വലുതായല്ലോടി, നീയേ പ്രസവം തികയ്ക്കോടി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിയെ പിടിച്ച്, നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ മാപ്പ് പറയാനാ വന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്, ഈ മനസ്വിനെ ഇവളുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നോ? അതെ സ്വപ്നവല്ലി, അതിന് മനസ്വിനി മരിക്കണം, മനസ്സിലായല്ലോ. ഇവളോട് ഞാൻ മാപ്പ് പറയാൻ അത് ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. ഇവളെ കണ്ട് 2 വർത്താനം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, മനസ്സിലായോ? ഈ മനസ്വിനൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇഷിത പ്രസവിക്കില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ മനസ്വിനി പ്രസവിക്കില്ല എന്ന് പറഞ്ഞവള് പ്രസവിക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. ഇത് കേട്ടോ ഇവരിങ്ങനെ പേടിച്ചു പോവുകയാണ്. നിങ്ങൾ മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാ ഒരു ചുക്കും ചെയ്യില്ല. ഇവളെ എൻ്റെ കുടുംബം തകർത്തവളാണ്, ഇവളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ദാ വരുന്നു നമ്മുടെ പ്രിയാമണി ഇവളെന്തിന് ഇവിടെ വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇഷിതയോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. എന്നിട്ട് അവൾ അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനസ്വിനെ വീണ്ടും സംസാരിക്കണം. അതെ എൻ്റെ മകൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, എല്ലാത്തിനും കാരണക്കാരി ഇവള് തന്നെയാണ്. അപ്പോൾ പ്രിയാമണിയാണെങ്കിൽ ഇവളാണോ നിങ്ങളുടെ മകൻ ഇറങ്ങിപ്പോകാനുള്ള കാരണം? നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മകൻ ഇറങ്ങിപ്പോകാനുള്ള കാരണം. നിങ്ങൾ ചെയ്ത് കൂട്ടിയ പാപങ്ങളാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പാപങ്ങൾ, പക്ഷേ ആ പാപങ്ങൾക്കെല്ലാം ഒരു ഫലം കാണാൻ വേണ്ടി ഞാൻ വന്നത്. ഇവള് പ്രസവിക്കില്ലെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവിക്കില്ല ഇവള് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ എന്താടെ പറഞ്ഞത്, ഇവളെ ഞാനിന്ന് അടിച്ചിറക്കും. അപ്പോൾ ഇഷിതയാണെങ്കിൽ അവിടെ കിടന്ന് സംസാരിക്കണം. വേണ്ട, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്, ഇറങ്ങി പോകാൻ നോക്ക്. നീ എന്നെ ഇറക്കി വിടാൻ മാത്രം ആയോടി, എങ്കിലൊന്ന് കാണല്ലോ. അപ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലി നേരെ ഒരു ചൂലും കെട്ടെടുത്തുകൊണ്ട് വന്നിട്ട് മുതുകിനിട്ട് നോക്കി അടിയാണ് മനസ്സിനെ കിട്ടുക. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും പ്രിയാമണി കാരണം അടിച്ച് പൊട്ടിക്കുകയാണ് സ്വപ്നവല്ലിയുടെ, അപ്പോൾ മനസ്വിനിയുടെ. അപ്പോൾ മനസ്വിനിയാണെങ്കിൽ അയ്യോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അടി വരണം, നീ എൻ്റെ മോളെ പ്രാകാനായില്ലടി, എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മരുമകളെ നീ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണല്ലടി, അവിടെ നിന്നും അടി ഇവിടെ നിന്നും അടി. മനസ്വിനി ആകെ അയ്യോ എന്നെ തല്ലരുത് എന്നും പറഞ്ഞുകൊണ്ട് കയ്യും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. നിന്നെ തല്ലരുതെന്നോ, നിനക്കിട്ട് കിട്ടണോടി, നിനക്കിട്ട് പൊതിരെ തല്ലൂടി ഞാൻ വീട്ടിൽ വന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോഴേക്കും ഇവിടെ കിടന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നല്ലേ എന്ന് പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് അടിയൊരു ഭീഷണിയാണെങ്കിൽ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവരാരും വിട്ടുകൊടുക്കുന്ന പ്രശ്നവുമില്ല, വീണ്ടും അടിക്കുക. അപ്പോൾ ഇഷിതയാണെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോ നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കൈ പിടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി വാതിലങ്ങോട്ട് അടക്കുകയാണ്. അടച്ചു കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ, എന്തിനാണ് അവളെ അടിച്ച് പുറത്താക്കിയത്, അവൾക്കിട്ട് ഇനിയും കൊടുത്തിൻ്റെ കാലിപ്പം അങ്ങോട്ട് തീർന്നില്ല എന്ന് സ്വപ്നവല്ലി പറയുമ്പോൾ പ്രിയാമണിയും അതെ അവൾ അടിച്ചെൻ്റെ ദേഷ്യം തീർന്നിട്ടില്ല. അപ്പോൾ ഇഷിതയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിരി സഹിക്കാനായിട്ട് പറ്റില്ല, പൊട്ടിക്കിടന്ന് ചിരിക്കണം. എന്നാലും എൻ്റെ ദൈവമേ നിങ്ങൾ എന്താ അടിയായിരുന്നു. ആ മനസ്വിനി അമ്മയാണെങ്കിൽ പേടിച്ച് വിറച്ചു പോയി. പിന്നല്ലാതെ പേടിച്ച് വിറയ്ക്കാതെ, പ്രിയാമണി നിങ്ങളുടെ മോളാണ് അവളെ പുറത്താക്കിയത് എന്ന് പറയാണ്. അല്ലെങ്കിലും ഇഷിത നീ എന്തിനാളെ പുറത്താക്കിയത്? അയ്യോ ദൈവമേ വേണ്ട, നിങ്ങളുടെ അടി കൊണ്ട് അവശതയായി പോയി, ഇനിയും അടിച്ച് തകർക്കണ്ട, ഞാൻ ഏതായാലും ഈ കാര്യം ആഷി ദേശിയോടൊന്ന് വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പറയാം. ഈ സമയം തന്നെ നമ്മുടെ മനസ്വിനിയാണെങ്കിൽ നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ആഷിത വരികയാണ്. അമ്മ എങ്ങോട്ടാ പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എങ്ങോട്ടാ പോയതെന്ന് എന്നോട് പറയേണ്ട കാര്യമുണ്ടോടി, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ എൻ്റെ ബന്ധുക്കാരുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എന്താ ഞാനത് ചോദിക്കണ്ടേ? അപ്പോഴേക്കും നിൻ്റെ ചെവിയിലെത്തി അല്ലേ? അതേടി, ഞാൻ നിൻ്റെ ഇഷിതയുടെ വീട്ടിൽ പോയി തന്നെയാണ്. അവിടെ ചെന്ന് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടടി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറേ കിട്ടിയല്ലോ,
അടിച്ച് പുറത്താക്കിയില്ല അവര്. ഹാ എടി, അടി കിട്ടിയത് എൻ്റെ ശരീരത്തിനാ, അത് കുറച്ചു കഴിയുമ്പോൾ മാറിക്കോളും. പക്ഷേ ഞാൻ അവിടെ പോയത് എന്തിനാണെന്ന് അധികം താമസിയാതെ എടി നീ മനസ്സിലാക്കും. ഇനി എൻ്റെ ഏക ശത്രു നീ തന്നെയാടി. നിന്നെ തകർക്കുക, നിന്റെ മനസ്സ് വേദനിപ്പിക്കുക, നിനക്ക് അധികം താമസിയാതെ മനസ്സിലാകുമെന്നും പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ആഷിതയാണ്, നിങ്ങൾക്ക് പ്രാന്താണ്, നിങ്ങൾ വല്ല മെൻ്റൽ ആശുപത്രിയും പോയി കിടക്ക്, എന്നാൽ നിങ്ങളുടെ അസുഖം മാറുള്ളൂ, അല്ലാതെ ഇങ്ങനെ കൊണകൊണാന്ന് പറഞ്ഞിട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ ആഷിതയും പറയാ. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.